ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചുഞ്ചുരു ബേബിനെ കൊണ്ട് നമ്മൾ വൈറ്റമിൻ കൊടുക്കാൻ പോകാണ്ടോ. അപ്പോൾ മാളയിലുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ ഫേസിൽ ആദ്യമായിട്ട് വൈറ്റോണാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ വേറെ ക്രീമൊക്കെ കുറേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ വൈറ്റോൺ തന്നെയാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പണ്ട് മുതൽ യൂസ് ചെയ്യണതാണ് കേട്ടോ. അതിനുശേഷം കുറേ ക്രീമുകൾ വാങ്ങിച്ച് യൂസ് ചെയ്തെങ്കിലും എനിക്ക് വൈറ്റോൺ തന്നെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ അത് സീക്കയുടെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ പറ്റുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ട്യൂബാണ് കേട്ടോ. ഇത് ഞെക്കിപ്പിഴി ഞാൻ എടുക്കുന്നത്, കാരണം ഇത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി വാങ്ങണം. അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം വെയിലത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കവർ ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് ഓരോരുത്തർ യൂസ് ചെയ്ത് റിവ്യൂ ഒക്കെ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം, നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ ചുഞ്ചുരു ബേബിനെ റെഡിയാക്കാൻ നിന്നു കേട്ടോ. പെട്ടെന്നാണ് കേട്ടോ ഹർബറായിട്ട് റെഡി ആവുന്നതിൻ്റെ ഇടയിൽ ചുഞ്ചുരു ബേബിക്ക് ഞാൻ ലോഷനൊക്കെ പറ്റാൻ മറന്നു കേട്ടോ. അപ്പോൾ ചുഞ്ചുരു ബേബിക്ക് നിവയുടെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ പെറ്റി കൊടുക്കുന്നത്. പിന്നെ ഹിമാലയൻ്റെ പൗഡറാണ് ചുഞ്ചുരു ബേബിക്ക് ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പെറ്റി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുളി കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ പറ്റണതാണ്. പക്ഷേ ഇന്ന് നേരമൊക്കെ വൈകി കാരണം കൊണ്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ മറന്നു പോയിട്ടോ. അങ്ങനെ ഞാനും ചുഞ്ചുരു റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ വൈറ്റമിനൊക്കെ കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.